ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഇപ്പോഴത്തെ റൂം. നമ്മൾ മണിയറ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടുത്തെ കഥകൾക്ക് നമ്മൾ പൊളിച്ച് പറക്കിയിട്ടുണ്ട്. ഇനി കണ്ടറിയാം എങ്ങനെയാണ് നമ്മുടെ ഇവർ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, വെൽക്കം ടു മൈ വ്ലോഗ്. മരിക്കുന്നതിന് അപ്ലോഡായി കാണാൻ പറ്റും. അങ്ങനെ പറയല്ലേ. പുതിയ ചെരുപ്പാണോ? അതൊന്ന് ഒരുക്കെ അണ്ട് നിങ്ങൾ ആ രണ്ട് ചെരുപ്പ് കയ്യിൽ പിടിച്ചേ. വരൂ, നിങ്ങൾ ആ ചെരുപ്പ് നല്ല പാദങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം. വെൽക്കം ടു ഹോം. ഓ മൈ ഗോഡ്, നമ്മുടെ കയ്യിൽ പിടി. വെൽക്കം. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാം. ഇരുന്നോളൂ ചേട്ടാ, ഇരുന്നോളൂ ചേച്ചി, ഇരുന്നോളൂ. വെള്ളം വേണം. വെള്ളമാണ് ഇപ്പൊ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അല്ലെ? ഈ ഒരു സാഹചര്യത്തിൽ ധനീഷ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെള്ളമാണ്. സിനു എന്താണ് ആഗ്രഹിക്കുന്നത്? വെള്ളം തരൂ. രണ്ടുപേരും ഒരുപോലെ 2 ഗ്ലാസ് വെള്ളം ചേച്ചി. അപ്പൊ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണേ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കാലിലിട്ടുകൊണ്ട് വന്ന 2 ചെരുപ്പ് കയ്യിൽ ഇങ്ങനെ എടുത്തോണ്ട് വരൂ. അങ്ങനെയൊന്നും പറഞ്ഞൂടെ ഇതില്. ഒന്നും കൊടുത്താൽ മതി. ഒന്നവന് ഗൈസ്, പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കണം ഗൈസ്. ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞിരിക്കണം. ഒന്ന് എണീക്കാമോ ഗൈസ്? എണീറ്റ് തിരിഞ്ഞിരിക്കാമോ ചേച്ചി? ഇപ്പൊ നിങ്ങൾ തമ്മില് ഇഷ്ടത്തിലായി, ആദ്യമായിട്ട് നിങ്ങള് പരസ്പരം ആദ്യമായി കണ്ടുമുട്ടി, എന്നിട്ട് നിങ്ങള് കറങ്ങാൻ പോയില്ലേ? ആരാണ് ആദ്യമായിട്ട് ഫോഴ്സ് ചെയ്തത്? ബാ കറങ്ങാൻ പോവാന്നൊക്കെ. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ രണ്ടുപേരിലും ഏറ്റവും കൂടുതൽ എനിക്ക് കല്യാണം നടക്കില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞത് ആരാണ്? എന്തായാലും പെണ്ണ് പൊക്കിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റൂല. അടുത്തത് നിങ്ങൾ തമ്മില് വഴക്കു ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാറുള്ളത് ആരാണ്? ഈ 2 പൊക്കടെ സെറ്റപ്പ് ഇല്ലാട്ടോ, ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ ആരാണ് ഏറ്റവും ഫസ്റ്റ് പോയി സോറി പറയാറുള്ളത്? കരഞ്ഞ് കാല് പിടിക്കണ്ടേ? കിട്ടിയതല്ലേ, പോവൂലേ ഇല്ലെങ്കിൽ. സിനിമ പൊക്കിക്കോ. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങള് ഓക്കെ, നമ്മള് സേവ് ദ ഡേറ്റിന് കണ്ടു, അവര് ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, അല്ലാതെ ഫോൺ ഓഫ് ചെയ്യോ? വീഡിയോ കോള് അല്ലാതെ ആരാണ് ആദ്യമായിട്ട് കൊടുത്തത്? എനിക്ക് ഓക്കെ, നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളത്? എന്തിനെങ്കിലും ഒക്കെ കഴിവുണ്ടല്ലോ. ആ കഴിവുള്ളത് ആർക്കാണ്? കൈവക്കൂ, പറയൂ ഗൈസ്. 2 പേർക്കും കഴിവുണ്ടല്ലോ. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്ക് ധനീഷേട്ടൻ ചേച്ചി സിനുവിനെ ഒരു പാട്ടൊക്കെ പാടി, ഒരു റൊമാൻറ്റിക് പാട്ടൊക്കെ പാടിയിട്ട് ഒന്ന് ജസ്റ്റ് ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് പ്രപ്പോസ് ചെയ്ത് ഈ ഒരു റിങ് കൈവിട്ട് കൊടുക്കണം. ഓക്കെ, യെസ്, കം ഓൺ. ഓക്കെ, അപ്പൊ പാട്ട് പാടണം. പാട്ട് പാടി സിനു അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അപ്പൊ നീ പാട്ട് പാടി അവളെ വളച്ച് മുട്ടുകുത്തി പ്രപ്പോസ് ചെയ്ത് തുറന്ന് കൊടുക്കണം. ഓക്കെ,
പോക്കറ്റിലിടാ. ഓക്കെ, ചാണകം വല്ല ധനിഷയുടെ ഉള്ളി എന്ന് പറഞ്ഞില്ല. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ. ഓക്കെ, ഇനിയുള്ളത് ലാസ്റ്റ് ചേട്ടൻ സിനുവിന് വേണ്ടി ഒരു പാട്ട് പാടുന്നു. സിനു ഒരു ചെറിയ 2 ആക്ഷൻ കാണിക്കും. ഓക്കെ, ഡാൻസിന്റെ സ്റ്റെപ്പ്. ഓക്കെ, കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിനു തീറ്റ കൊടുക്കണ്ടേ, ഞാൻ കൊടുക്കാൻ ഞാൻ കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നോടെ കയ്യിലെ നെയ്യപ്പം, ഇല്ല തരില്ല നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചേ. ഓക്കെ, ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്നിരിക്കാം. നിങ്ങൾ വിചാരിക്കും നമുക്ക് ഇവിടെ പലതും പ്ലാൻ ചെയ്തിട്ട് നടക്കാത്തത് കൊണ്ട് അങ്ങനെയൊന്നും അല്ല. അപ്പൊ ഈ ഒരു സമയത്ത് ധനീഷേട്ടന് എന്താണ് പറയാനുള്ളത്? അതായത് ഇത്രയും വർഷം എനിക്ക് പെണ്ണ് കിട്ടായിരുന്നു, ഇപ്പൊ എനിക്ക് പെണ്ണ് കിട്ടി. എന്താണ് നിന്റെ ഈ ഒരു സമയത്തുള്ള സന്തോഷം? പറഞ്ഞോ, നിനക്ക് പറയാനുള്ള ഒക്കെ പറഞ്ഞോ ധനീഷേട്ടാ. പറഞ്ഞോ, ഉള്ളു തുറന്ന് പറയണം. എന്റെ അഭിപ്രായത്തില് എന്റെ കഴിവും എന്റെ സൗന്ദര്യവും വെച്ച് നോക്കുമ്പോ ഒരുപാട് കിട്ടിയതാണ്. പിന്നെ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഇവളെ കണ്ടപ്പോ ഞാൻ ഫ്ലാറ്റ് ആയി പോയി. മറ്റേ സിനിമ ഇവള് അളകാൻ ഞാൻ എന്താ അളക പാത്തതില്ലേ. സിനു തിരിച്ചെങ്ങനെയായിരുന്നു? അതായത് വീട്ടിലെ കഷ്ടപ്പെട്ടിങ്ങനെ കല്യാണം ആലോചിക്കായിരുന്നു, പലതും ഇങ്ങനെ വേണ്ട എന്നൊക്കെ വെച്ച് റിജക്ട് ചെയ്യായിരുന്നു. അപ്പോഴേക്കും ധനീഷേട്ടന്റെ പ്രപ്പോസൽ വരുന്നു. എന്തായിരുന്നു തിരിച്ചിങ്ങോട്ട് എന്ത് കണ്ടിട്ടാണ്? എങ്ങനെയാണ് ഇതാണ് എന്റേത്, ഇത് എന്റേതാണ് എന്ന് തോന്നാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു എന്തായാലും ഒരു വർഷത്തേക്ക് എത്തിക്കും. അപ്പൊ പിന്നെ അറിയാന്നുള്ള കുറച്ച് സഹോദരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സംസാരിച്ചു. അപ്പൊ ഏത് രീതിയിലായിരുന്നു അറിയാന്നുള്ള? അങ്ങനെയല്ല, കണ്ടിട്ട് പിന്നെ നിങ്ങളെ. ഓക്കെ, ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 2 പേർക്ക് ഹണിമൂണിന് പോകാനായിട്ട് ഒരു അവസരം കിട്ടി എന്നങ്ങ് വിചാരിക്കുക. മാൽഡീവ്സിൽ പോകാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു സമയം പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആദ്യം പോണേ? അവള് പൊക്കോട്ടെ, ഞാൻ തായ്ലൻഡിൽ പോയിട്ടുണ്ടല്ലോ. നമുക്ക് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് എന്നുള്ള മറ്റേ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കറക്കി യെസ് കം ഓൺ ഗൈസ്. ഇവിടെ സൈസ് ഉണ്ട് ഗൈസ്. എനിക്ക് ചെറിയ സാധനം തന്നു പറ്റിച്ചു ഗൈസ്. പേടിയാച്ചി. അങ്ങനെ ഓ അപ്പൊ ശരി, അപ്പൊ നമ്മൾ പോട്ടെ. ഓക്കെ, അപ്പൊ ചേട്ടാ
കൊറേ തടി അത് കഴിഞ്ഞിട്ടാണ് ദോശ ഇതുവരെ. മണിയറയിലെ വാതിലുമായി മണവാടൻ കൊണ്ടുപോവുകയാണ്. മണവാട്ടി അവളെ കരുതാ. നീക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട് തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ അല്ലടാ, ഇങ്ങനെയൊന്നും അല്ലടാ. സ്വന്തം മണിയറയിലെ ഡോർ ഇതല്ല അവിടെ പഠിപ്പിച്ച. ഇത് പഠിപ്പിച്ചപ്പോ ഞാൻ പോയില്ല, പനിയായിരുന്നു. സ്ക്രൂ കൊണ്ട് മുടുക്കാനായിട്ട് ചേട്ടാ ഒരു സ്ക്രൂ ഹെൽപ്പർ മുടുക്കാൻ നീ പിടിച്ചു പരസ്പരം ഷെയർ ചെയ്ത് എല്ലാരും ഒറ്റയ്ക്ക് ചെയ്യണ്ടേ, എപ്പോഴും നമ്മളെ വിളിക്കാൻ പറ്റൂലല്ലോ. എക്സ്പീരിയൻസ് ജിൻസി എന്തോടാ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്? നാണം കേട്ടോ, ഇറങ്ങി വാടി. എല്ലാം അനുഭവിച്ചു നമ്മൾ. ധനുഷിനോട് വെള്ളം കട ഒരു തലയിടക്കി ഇറങ്ങടേ. ശരി ധനീഷേട്ടാ വിട്ടോ. വിട്ടോടാ പോടാ. നിങ്ങൾ പിന്നെ ശരി, നിങ്ങൾ സമയത്ത് വീട്ടിൽ പോയി ഉറങ്ങും. ഞാൻ 2 മണിയാകുമ്പോ പോവേ ധനീഷേട്ടാ. അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം. അന്നത്തെ പോലെ ട്രിപ്പ് അന്ന് നമ്മൾ അങ്ങനെയാണ് പോയ രാമേശ്വരം വഴി ജിമ്മു വാ, അതൊക്കെ മാറ്റേ വാ. എല്ലാവരെയും നോട്ട് ചെയ്ത് നടക്കത്തില്ല. ഏറ്റവും കൂടുതൽ ധനുഷ് വരുമല്ലോ അവിടെ ഇതേപോലെ ഒരു ഇരിക്കാൻ പറ്റിയ അവിടെ നമ്മൾ ഇതേപോലെ ഒരുമിച്ചായ മതിയായിരുന്നു. ഒരു പാത്രത്തെ നിർണ്ണയം ഇതുപോലെ നിങ്ങൾ ഒരുമിച്ച് അല്ല, ഇതേപോലെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഗുമ്മുള്ളൂ കറിയൊക്കെ പറഞ്ഞിരിക്കാൻ. അപ്പൊ നന്ദിയുണ്ട്. നന്ദി പറയാം എല്ലാവർക്കും ഓരോ എന്തെന്നെ പറഞ്ഞാല് കേക്കോ എന്തെന്നെ പറഞ്ഞാലും മനോഹരമായി എന്റെ ആദ്യരാത്രി നശിപ്പിച്ചതിനും ഡോറളക്കി മാറ്റിയതിനും പിന്നെ വന്നതിനും എല്ലാവർക്കും എന്റെ ഭാര്യയുടെയും പേരിലുള്ള കംപ്ലീറ്റ് അല്ല ഒന്നും കൂടെ കുറച്ച് നേരം വിട്ടുപോയിട്ടുണ്ട്. മെനഞ്ഞാന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ കാര്യങ്ങൾ ഓർമ്മയില്ല. Okay, and this is Andros signing off. Okay, tata, good night, bye bye.
ഉം.